വെറും 10 നിമിഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മിൽക്ക് ഷേക്ക് ഉപയോഗിച്ച് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1925 കേവൻഡേഴ്സ് എന്ന കമ്പനി ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാണ്. ആ മിൽക്ക് ഷേക്ക് പിന്നീട് ഒരു ഗ്ലോബൽ റെവല്യൂഷൻ തന്നെയാണ് സൃഷ്ടിച്ചത്. കാരണം അവരത് പ്രിപ്പയർ ചെയ്യുന്ന രീതി ഒരു ക്ലാസിക് ആയിട്ടുള്ള രീതിയിലാണ്. പിന്നെ അത് അവർ പ്രസന്റ് ചെയ്ത ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് ബോട്ടിൽസ് ആണ്. ആ ഒരു ഗ്ലാസ് ബോട്ടിൽസിൽ അവരത് പ്രസന്റ് ചെയ്യുന്ന രീതിയും കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ആൾക്കാർ കസ്റ്റമേഴ്സ് അറിഞ്ഞന്വേഷിച്ച് വന്ന് മേടിച്ച് ഒരു വലിയ റെവല്യൂഷൻ തന്നെ ആ മിൽക്ക് ഷേക്ക് കമ്പനി സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതുപോലെ നമുക്കും ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മിൽക്ക് ഷേക്ക് ഉപയോഗിച്ച് എന്തുകൊണ്ട് ഒരു റെവല്യൂഷൻ സൃഷ്ടിച്ചില്ലെങ്കിലും ഒരു ജീവിച്ചു പോകാൻ പറ്റുന്ന വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കും. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മാർക്കറ്റ് റിസർച്ച് ചെയ്യുക. എന്താണ് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലേവർ, നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താണ് ഇഷ്ടപ്പെടുക, മറ്റുള്ള കടയിൽ എന്താണ് നല്ല മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി ആ മറ്റുള്ള കടയിലെ അപേക്ഷിച്ച് നമുക്ക് എന്താണ് പുതിയതായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ നന്നായി റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഷേക്കിന്റെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. രണ്ടാമത്തെ കാര്യമാണ് ലൊക്കേഷൻ. നല്ല പർച്ചേസിംഗ് പവർ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ഇത് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് മാള്, തിയേറ്റർ, പാർക്ക് എന്ന് നല്ലോണം ക്രൗഡ് വരുന്ന, നല്ലോണം ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലും അതുപോലെ തന്നെ നല്ലോണം ക്രൗഡ് ഉള്ള സ്ഥലങ്ങളിലും നമ്മളിത് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലൊക്കേഷൻ ഒരു അതിപ്രധാനമായ ഒരു ഘടകമാണ്. നമ്മൾ ഈ മിൽക്ക് ഷേക്കിന്റെ ഷോപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും നമ്മൾ കൊടുക്കുന്ന കസ്റ്റമർ സർവീസും ഒക്കെ വളരെ ചീപ്പായിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാള് പോലും നമ്മുടെ കടയിൽ കയറാൻ ഇടയില്ല. കാരണം നല്ല രീതിയിൽ കസ്റ്റമർ സർവീസും നല്ല ക്വാളിറ്റിയിലും നല്ല ടേസ്റ്റിലുള്ള പ്രൊഡക്റ്റ് കൊടുത്താലാണ് ആദ്യം വരുന്ന കസ്റ്റമേഴ്സ് പിന്നീടും അന്വേഷിച്ച് വരാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. നമ്മൾ ബാഡായിട്ടാണ് അവരോട് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കസ്റ്റമേഴ്സും പിന്നെ വരാൻ ഒരു സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കസ്റ്റമർ സർവീസും നല്ല ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നാലാമത്തെ ഒരു കാര്യമാണ് സ്റ്റോർ ആൻഡ് മെനു ഡിസൈനിങ്. സ്റ്റോറൊക്കെ നല്ല എസ്തെറ്റിക് രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. കാരണം കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് ആയിട്ട് കയറണം. അങ്ങനെ എന്തൊരു സ്റ്റോറിലും ആദ്യമായിട്ട് കയറുന്നവർ ആ സ്റ്റോർ കണ്ട് അട്രാക്റ്റീവ് ആയിട്ട് കയറുന്നവരായിരിക്കും. അപ്പൊ ഒരു സ്റ്റോർ ഇടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇടാൻ നോക്കാം. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇടാൻ നോക്കാം. പിന്നെ അതിലുള്ള മെനു ഡിസൈനിൽ നമുക്ക് വൈഡ് വെറൈറ്റിയിലുള്ള മെനു തന്നെ കൊടുക്കാൻ നോക്കാം. വീഗല്, ഡയറ്ററിയില്, ഷുഗർ ഫ്രീയില്, എങ്ങനെ വൈഡ് വെറൈറ്റിയിലായിട്ടുള്ള ഒരു മെനു തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെഞ്ച് മാർക്ക് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റും. കാരണം ഒരേപോലെ എല്ലാ കസ്റ്റമേഴ്സിനും അവർ ഉദ്ദേശിക്കുന്ന ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഷേക്ക് ഇവിടെ ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് മേടിക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കാം. പിന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി, നല്ല രീതിയിൽ ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവറിനെ കൊളാബറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് പറയുന്നതായിരിക്കും നല്ല. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇർഫാൻസ് വ്യൂ എല്ലാവർക്കും അറിയാലോ, എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നല്ലോണം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ വന്ന് കൊളാബറേറ്റ് ചെയ്യാണ്, നമ്മുടെ ഷോപ്പിനെ കുറിച്ച് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ ആൾക്കാരെ അന്വേഷിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ യൂസ് ചെയ്ത് മാർക്കറ്റിങ്ങിന് ഇപ്പൊ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഐഡിയകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ഇതേപോലെയുള്ള വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ബിസിനസ് ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.